മുന്നണി മാറ്റം സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സുപ്രധാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട്, LDFന്റെ ജാതിയെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട് എന്നല്ലേ ഇരിക്കുന്നു. അല്ല, മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ വിഷയത്തിൽ ചെയർമാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പം മുഖ്യമന്ത്രി മജിസ്ട്രേറ്റുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. അത് എന്തോ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലാകുന്നില്ല. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലുണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക്. അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സമിട്ടതെന്ന് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ശരി. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ തീരുമാനങ്ങൾ പറയണമെങ്കിൽ അത് അവസാനം യോഗം കൂടി തന്നെ തീരുമാനിച്ച് മാധ്യമങ്ങളെ അറിയിക്കും എന്ന അർത്ഥത്തിലാണ് റോഷി അഗസ്റ്റിനും സംസാരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങളൊന്നും, മുന്നണി മാറ്റം ഇല്ല, ഈ സാഹചര്യത്തിൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കില്ല എന്ന് പറഞ്ഞാലും ഒരു അർത്ഥവിരാമത്തിൽ നേരത്തെ തന്നെ നിർത്തിയിട്ടുള്ളത് നമുക്കറിയാം ജോസ് കെ മാണി. അപ്പോൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും വരുന്നത്? നേരത്തെ എടുത്ത നിലപാടിൽ ഒന്നുകൂടി ഉറച്ചു നിന്നൊരു പ്രഖ്യാപനമായിരിക്കുമോ? മറ്റെന്തെങ്കിലും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കുമോ? ഗുഡ് മോർണിംഗ് മോത്തി. മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഏറെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നത്. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഔദ്യോഗികമായി ഇന്ന് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. 3 ദിവസം മുൻപ് ജോസ് കെ മാണി പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ മുന്നണി മാറ്റം എന്നുള്ളത് തൽക്കാലം പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യും. അതേസമയം UDFിലേക്ക് പോകണമെന്ന അഭിപ്രായം പുലർത്തുന്ന കുറച്ച് ആളുകളെങ്കിലും കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യണം എന്നവർ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ ഒരു ആവശ്യമുയർന്നാൽ ഒന്നുകിൽ ഈ വിഷയം ചർച്ച ചെയ്യാം, അതല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നതിന് പാർട്ടി ചെയർമാനെയും മറ്റ് 1-2 അംഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു സമിതിയെ വേണമെങ്കിൽ രൂപീകരിക്കാം. അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായും UDFിൻ്റെ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് പാർട്ടി ചെയർമാനെ പ്രഖ്യാപിക്കാം. അങ്ങനെയെങ്കിൽ ആ വിഷയം ഒരു ചർച്ച ആവുന്നതേയില്ല. സ്വാഭാവികമായും ഇന്ന് ഈ വിഷയം ചർച്ചയാവാൻ വലിയ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് പല ആളുകളും ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രത്യേകിച്ചും അതിലെ ഏറ്റവും മുതിർന്ന കക്ഷിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴാണ് മുന്നണി മാറ്റം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. നിലവിൽ അത്തരമൊരു സാഹചര്യം എന്താണ്? അഥവാ മുന്നണി മാറുകയാണെങ്കിൽ ജനങ്ങളോട് എന്തു പറയും? എന്ത് കാര്യം പറഞ്ഞാണ് മുന്നണി മാറേണ്ടി വരുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് പരാജയം നേരിട്ടു. ആ പരാജയം ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായേക്കാം എന്നുള്ള ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി മാറുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ കേരള കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല. മാത്രമല്ല അത് രാഷ്ട്രീയമായി ഒരു ധാർമ്മികത ഇല്ലാത്തൊരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ജോസ് കെ മാണി ഒരു തീരുമാനം എടുത്താൽ ഈ മാറി നിൽക്കുന്ന റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും പോലെ ഉള്ളവർ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുമായിരിക്കുമോ, അതോ അവരുടെ വഴി തിരഞ്ഞെടുക്കാൻ ഒരു സാധ്യതയുണ്ടോ? അല്ല മതി, എന്തായിരുന്നാലും മുന്നണി മാറ്റം സംബന്ധിച്ച് ഇന്ന് വലിയ ഒരു തീരുമാനവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ചർച്ചയ്ക്ക് പോലും വരുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു ഉറപ്പ് വന്നിട്ടില്ല. അഥവാ മുന്നണി മാറ്റത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഉപസമിതിയെ രൂപീകരിക്കുകയോ അവർ ഈ അല്പം അഭിപ്രായ വ്യത്യാസം പുലർത്തുന്ന MLA-മാരുമായി ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള ഒരു നിർണായക ചർച്ചയോ സുപ്രധാന തീരുമാനമോ ഒന്നും ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളത് 100% പറയാൻ സാധിക്കും. അതേസമയം അത്തരമൊരു ആവശ്യം ഉയരുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ചെയർമാൻ്റെ നിലപാട് എന്തായിരിക്കുമോ അതിനെ ആശ്രയിച്ചിരിക്കും. 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. 11 മണിക്കാണ് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുക. അതിൽ
അങ്ങനെ മറ്റൊരു തീരുമാനവും ഉണ്ടാവാൻ സാധ്യതയില്ല, മുന്നണി മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ പ്രതിനിധി പ്രദീപ് ജോസഫ്. അങ്ങനെ തന്നെ ആയിരിക്കാം, കാരണം നേരത്തെ മുതൽ ഈ നിലപാട് പറഞ്ഞിരുന്നു. പെട്ടെന്നൊരു മുന്നണി മാറ്റം ഉണ്ടായാൽ അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും എന്ന തുടക്കത്തിൽ ജോസ് കെ മാണി പറഞ്ഞതുമാണ്. അപ്പോഴും ചില സംശയങ്ങൾ നിർത്തിക്കൊണ്ട് സംസാരിച്ചപ്പോഴാണ് നമുക്കിടയിലൊക്കെ ഈ തോന്നലുണ്ടായത്. ഇനി എന്തായിരിക്കും, മാറ്റം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ.